VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചന യോഗം നടന്നു. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ രംഗത്തെ അനിഷേധ്യനായ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ച് പയ്യന്നൂരിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന യോഗവും നടന്നു. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന മൗനജാഥയിൽ കടുത്ത മഴയെ അവഗണിച്ചും നിരവധി ആൾക്കാർ അണിചേർന്നു. തുടർന്ന് ഷേണായി സ്ക്വയറിൽ P. സന്തോഷ് സ്വാഗതവും V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച അനുശോചന യോഗത്തിൽ ആദ്യമായി TI മധുസൂദൻ MLA VSനെ അനുസ്മരിച്ചു സംസാരിച്ചു. നമ്മുടെ ഈ മലബാറിലാണെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കാത്തവരായിരുന്നു കൂടുതൽ. 3ലോ 4ലോ പഠിച്ചാൽ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റാത്തവർ. അവരുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് പണിയെടുത്ത് ആ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന അനുഭവങ്ങളായിരുന്നു അവർക്ക് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു കുട്ടി വളരെ ചെറുപ്പത്തിൽ ഒരു കമ്പനിയിലെ തൊഴിലാളിയായിട്ട് മാറുന്നു. ആ കമ്പനിയിലെ കൂട്ടായ്മകളിൽ നിന്നാണ് സാമൂഹ്യമായിട്ടുള്ള അനീതിയുടെ കാഠിന്യം അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം VSനെ പോലുള്ള ഒരു കുട്ടി മനസ്സിലാക്കുന്നത്. അതിനെതിരായി എങ്ങനെ നിൽക്കണം, എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ തന്നെയുള്ള മനുഷ്യരാണല്ലോ നമ്മൾ. പൊട്ടൻ തെയ്യം ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, അതിലൂടെ ഒഴുകുന്നതും ഇതിലൂടെ ഒഴുകുന്നതും ഒരേ നിറമുള്ള ചോരയാണ് എന്ന് ചോദിക്കുന്നത് സാമൂഹ്യമായിട്ടുള്ള അനീതിയുടെ ഏറ്റവും ബീഭത്സമായിട്ടുള്ള ഒരവസ്ഥയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്. VSനെ പോലുള്ള അന്നത്തെ ഒരു തലമുറ ചോദിച്ചത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം നിഷേധിക്കപ്പെടുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പണിയെടുത്താൽ കൂലി കിട്ടാത്ത അവസ്ഥയുണ്ടാവുക, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിശന്ന് വലയുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടാവുന്നു. ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഒരു കാലത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് VSനെ പോലുള്ളവർ തൊഴിലാളികളുടെ, കയർ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ നിന്നാണ് സംഘടിത പ്രസ്ഥാനത്തിലേക്ക് രൂപപ്പെട്ട് മാറി വരുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ VSനെ പോലുള്ളവർ മാറി ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. VSന്റെ ഒരു പ്രസംഗത്തിലൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ട്. തമ്പ്രാനെന്ന് വിളിക്കില്ല, അതിനപ്പുറത്തു നിന്നുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? തമ്പ്രാനെന്ന് വിളിപ്പിക്കും എന്നാണ്. തുടർന്ന് സരിൻ ശശി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KV ബാബു, P. ജയൻ, PKP ഇസ്മായിൽ, PV ദാസൻ, K. ഹരിഹർ കുമാർ, ഇക്ബാൽ പോപ്പുലർ, ജോസ് മാത്യു, K. ദേവി, K. ശ്രീകാന്ത്, OT സുജേഷ്, B. സജിത് ലാൽ, KV ലളിത, C. കൃഷ്ണൻ, V. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. And the award for the best job oriented college goes to Airborne. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.